ആ ഇതാര് ശുക്കൂറാ? നിനക്ക് ഒരാളെ കണ്ടിട്ട് എവിടത്തേക്കാണ് ഇത്ര ധൃതിയില്? ആ വിനോദേ, നമ്മളെ ഇവിടൊക്കെ തന്നെ ഉണ്ടപ്പാ. നമ്മളെവിടെ പോകാനാണ്? ഒന്നില്ല, ഞാൻ തൊട്ടടുത്ത കടയിലൊക്കെ ഒന്ന് പോന്നു. നോമ്പൊക്കെ അല്ലേ, നോമ്പ് പൊരിക്കാൻ കുറച്ച് ഈത്തപ്പഴവും പിന്നെ കടി ഉണ്ടാക്കാൻ നമുക്ക് ഐറ്റംസ് വാങ്ങണം, പിന്നെ ജ്യൂസ് ആക്കാനുള്ള ഐറ്റംസ് വാങ്ങണം. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? എന്നാൽ എന്റെ സുക്കൂറേ, നിങ്ങളൊക്കെ കാര്യം ആലോചിച്ചിട്ടേ നമുക്ക് അത്ഭുതം തോന്നാണ്. ഏ നോമ്പ് പൊരിക്കാൻ ഈത്തപ്പഴം വാങ്ങുന്ന ഇത്ര അത്ഭുതമാണ്? അതിലെന്താ അത്ഭുതം ഉള്ളത്? അത് പതിവല്ലേ. അതല്ലട സുക്കൂറെ, കഠിനമായ ചൂടല്ലേ. ഈ ചൂടിന് നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? കഴിഞ്ഞ വർഷത്തെക്കാൾ ഇപ്രാവശ്യം ചൂട് കൂടുതലെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. അത്രയും ചൂട് സഹിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? നമ്മളൊക്കെ റോട്ടുമ്പം പോയിട്ടൊന്ന് വീട്ടിലേക്ക് എത്തിക്കാന് ഫുള്ളും ടയേർഡായി, പിന്നെ എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നോമ്പെടുത്തിട്ട് രാവിലെ സുബഹി വാങ്ക് മുതല് വൈകുന്നേരം മഗ്‌രിബ് വാങ്ക് വരെ പിടിച്ചു നിൽക്കുന്നില്ല, ഒരു ജലപാനം പോലും കഴിക്കാണ്ട്, അതും കഠിനമായ ചൂടും സഹിച്ചിട്ട്. എങ്ങനെയാടാ ഇതൊക്കെ സാധിക്കുന്നത്? ഞമ്മക്കൊന്നും ഉണ്ടാവൂലപ്പ. വിനോദേ, അവിടെയാണ് അള്ളാഹുവിന്റെ കാവല്. നോമ്പ് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ പുണ്യം അള്ളാഹു നമുക്ക് നൽകും. മാത്രല്ല, നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അതിന്റെ ഒരു സംരക്ഷണം അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സൃഷ്ടാവിൽ അർപ്പിക്കേണ്ട ഒരു മാസക്കാലമാണ്. എല്ലാ സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ മുഴുനീളം നമ്മളെ എല്ലാം നിയന്ത്രിക്കണം. പക്ഷെ വിശുദ്ധ റമളാനിൽ നമ്മൾ പ്രത്യേകമായിട്ട് നിയന്ത്രിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്താഗതി, നമ്മുടെ കൽബ്, നമ്മുടെ നടത്തം, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട A to Z എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. ഇതിന് നോമ്പ് നോറ്റിട്ട് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇല്ലാത്ത ക്ഷീണം ഉണ്ടാവും. പിന്നെ നോമ്പ് നോറ്റിട്ട് പടച്ചോന് ഇഷ്ടമല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതോടൊപ്പം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും പിന്നെ അത്യാവശ്യം ദാനധർമ്മം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പടച്ചോന്റെ കാവൽ നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാം നിയന്ത്രിക്കണം, നമ്മുടെ സംസാരം. ഞാൻ